ഓക്കെ, നമ്മൾ ഇന്ന് 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുവാണ്. വൺ വേർഡ് സെക്ഷനായിട്ട് അല്ലെങ്കിൽ 1 മാർക്ക് സെക്ഷനായിട്ട് ക്വസ്റ്റ്യൻസ് വരാനായിട്ട്. ഒന്നാമതായിട്ട് തന്നിരിക്കുന്നത് എക്സാമ്പിൾ ഫോർ മൈക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ്സ് ആർ മൂവ്മെൻറ്റ്സ് യൂസിങ്. അതായത് മൈക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാതെ നമ്മളുടെ ഏത് നേത്രങ്ങൾ കൊണ്ടാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്? സൂക്ഷ്മദർശിനിയുടെ സഹായത്താൽ കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ കാണാൻ സാധിക്കുന്ന മൂവ്മെൻറ്റ്സുകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? ഫ്ലജല്ല ഇൻ ബാക്ടീരിയ, ബാക്ടീരിയയിലെ ഫ്ലജല്ലയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഫ്ലജല്ലയുടെ ചലനം. അതുപോലെ തന്നെ സ്യൂഡോപോഡിയ ഇൻ അമീബ, അമീബയുടെ ചലനത്തിന് സ്യൂഡോപോഡിയയുടെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് കാണുവാൻ സാധിക്കുന്നത്. സീലിയ ഇൻ പാരാമീസിയം, പാരാമീസിയത്തിൽ സീലിയ ഉപയോഗിച്ചുള്ള ചലനം. ഈ 3 ചലനങ്ങളാണ് ഏതായിട്ട് മൈക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം വാട്ട് ആർ ദ 3 മൈക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ്സ് എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലജല്ല ഇൻ ബാക്ടീരിയ എന്ന് എഴുതാം, സ്യൂഡോപോഡിയ ഇൻ അമീബിയ എന്ന് എഴുതാം, സീലിയ ഇൻ പാരാമീസിയം എന്ന് എഴുതാം. അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഫോർ മൈക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ്സ് ആർ എന്ന് എഴുതിയിട്ട് ABC എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതുക ഫ്ലജല്ല ഇൻ ബാക്ടീരിയ, അതുപോലെ സ്യൂഡോപോഡിയ ഇൻ അമീബ, സീലിയ ഇൻ പാരാമീസിയം എന്ന് എഴുതുക. ഓക്കെ, ഐ സപ്പോസ് ദാറ്റ് ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി 19ാമത്തെ ചോദ്യം. മാക്രോസ്കോപ്പിക് തിങ്സ് ആർ ലാർജ് ഇനഫ് ടു ബി സീൻ വിത്തൗട്ട് യൂസിങ് എ മൈക്രോസ്കോപ്പ്. അതായത് വാട്ട് ഈസ് മാക്രോസ്കോപ്പിക് തിങ്സ് എന്നുള്ളതാണ് ചോദ്യം. മാക്രോസ്കോപ്പിക് തിങ്സ് അതായത് മാക്രോസ്കോപ്പിക് തിങ്സ് എന്ന് പറഞ്ഞാൽ ലാർജ് ഇനഫ്, അവ വളരെ വലുതാണ് അല്ലെങ്കിൽ ആവശ്യത്തിന് വലുതാണ്. ടു ബി സീൻ വിത്തൗട്ട് യൂസിങ് എ മൈക്രോസ്കോപ്പ്, അവ ഒരു മൈക്രോസ്കോപ്പ് ഇല്ലാതെ തന്നെ കാണുവാനായിട്ട് സാധിക്കുന്ന വലിയ പദാർത്ഥങ്ങളെയാണ് എന്ന് പറയുന്നത് മാക്രോസ്കോപ്പിക് എന്ന് പറയുന്നത്. അതായത് മാക്രോസ്കോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂക്ഷ്മദർശിനി ഇല്ലാതെ കാണുവാൻ സാധിക്കുന്നതും, മൈക്രോസ്കോപ്പിക് എന്ന് വെച്ചാൽ സൂക്ഷ്മദർശി ഉള്ളതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നതും. ഓക്കെ, 20ാമത്തെ ചോദ്യം. ക്രീച്ചേഴ്സ് ഫ്രം ആൻസ് ടു എലിഫൻ്റ് ആർ ഡാഷ് ക്രീച്ചേഴ്സ്. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആന മുതൽ ഉറുമ്പ് വരെയുള്ള ജീവജാലങ്ങളെല്ലാം ഏത് തരത്തിലുള്ള ജീവികളാണ്? അപ്പോൾ അതിന് നമുക്ക് എഴുതാം മാക്രോസ്കോപ്പിക് ക്രീച്ചേഴ്സ്. അതർവൈസ് നമുക്ക് ചോദിക്കുകയാണ് റൈറ്റ് എക്സാമ്പിൾസ് ഫോർ മാക്രോസ്കോപ്പിക് ക്രീച്ചേഴ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം ക്രീച്ചേഴ്സ് ഫ്രം എലിഫൻറ്റ് ടു ആൻസ് ആർ മാക്രോസ്കോപ്പിക് ക്രീച്ചേഴ്സ് എന്ന് എഴുതാവുന്നതാണ്. ഇനി 21ാമത്തെ ചോദ്യം. ഔട്ട്വേർഡ് മൂവ്മെൻറ്റ്സ് ലൈക്ക് വാക്കിംഗ്, റണ്ണിങ്, ജമ്പിങ് എക്സ്ട്രാ ഓഫ് മൈക്രോസ്കോപ്പിക് ക്രീച്ചേഴ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് മൈക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ്സ്. അതായത് ഔട്ട്വേർഡ് മൂവ്മെൻറ്റ്സ് അതായത് പുറമേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഏതെല്ലാമാണ്? ലൈക്ക് വാക്കിംഗ്, അത് നടക്കുന്നത്, റണ്ണിങ് ഓടുന്നത്, ജമ്പിങ് എക്സെട്ര എല്ലാം മൈക്രോസ്കോപ്പിക് ക്രീച്ചേഴ്സിൻ്റെ ചലനങ്ങൾക്ക് ഉള്ള ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് റൈറ്റ് എക്സാമ്പിൾ ഫോർ മൈക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ്സ് ഓഫ് ക്രീച്ചേഴ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം റൈറ്റിംഗ്, ജമ്പിങ്, സ്വിമ്മിങ്, ഓൾ ദീസ് ചലനങ്ങൾ. ഓക്കെ, ഇനി 22ാമത്തെ ചോദ്യം. ദ സീലിയ പ്ലേസ് എ കീ റോൾ ഇൻ പാരാമീസിയം ഫോർ മൂവ്മെൻറ്റ്സ്. അതായത് ഡാഷ് പ്ലേസ് എ കീ റോൾ ഇൻ പാരാമീസിയം ഫോർ മൂവ്മെൻറ്റ്സ് എന്ന് ചോദിച്ചാൽ സീലിയ എന്ന് എഴുതാം. അതുപോലെ തന്നെ സീലിയ പ്ലേസ് എ കീ റോൾ ഇൻ ഡാഷ് ഫോർ മൂവ്മെൻറ്റ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് പാരാമീസിയം എന്ന് എഴുതാം. അതായത് പാരാമീസിയത്തിൽ സീലിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പങ്ക് വഹിക്കുന്നു അതിൻ്റെ ചലനത്തിന് എന്നുള്ളതാണ് 22ാമത് പറഞ്ഞിരിക്കുന്നത്. ഇനി 23ാമത്തെ. ദ 2 ഫീച്ചേഴ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റ് മൂവ്മെൻറ്റ്സ് യുഗ്ലീന ആർ ഫ്ലജല്ല ആൻഡ് ഐസ്പോട്ട്. അതായത് യുഗ്ലീനയിൽ ചലനത്തിന് സഹായിക്കുന്ന 2 പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ 2 വസ്തുക്കൾ ഫീച്ചേഴ്സ് ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ അവ ഫ്ലജല്ലയും അവയുടെ ഐസ്പോട്ടും ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ആർ ദ 2 ഫീച്ചേഴ്സ് ഹെൽപ്പ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് യുഗ്ലീന എന്ന് ചോദിച്ചാൽ ഫ്ലജല്ല ആൻഡ് ഐസ്പോട്ട് എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ദ ഫിൻസ് ഹെൽപ്പ് ഇൻ ദ മൂവ്മെൻറ്റ്സ് ഓഫ് ഫിഷ്. അതായത് ഒരു മത്സ്യത്തിൻ്റെ ചലനത്തിന് അവയുടെ ഫിൻസ് അവയെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ വാട്ട് ഹെൽപ്സ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് എ ഫിഷ് എന്ന് ചോദിച്ചാൽ ഫിൻസ് ഹെൽപ്സ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് എ ഫിഷ് എന്ന് നമുക്ക് ഉത്തരം എഴുതാവുന്നതാണ്. ഇനി 25ാമത്തെ ചോദ്യം. ഫ്രോഗ്സ് ബാക്ക് ലെഗ്സ് ആർ യൂസ്ഡ് ടു ഗീവ് ദം മോഷൻ. അതായത് ഫ്രോഗ് എന്ന് പറയുന്നത് നമുക്കറിയാം തവളയുടെ പുറംകാലുകൾ അവയുടെ ചലനത്തിനെ വളരെയധികം സഹായിക്കുന്നതാണ്. അത് നമുക്ക് നോക്കി പ്രത്യേകിച്ച് നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ചാടുന്ന സമയത്ത് പുറംകാല് കൊണ്ട് കുതിച്ചാണ് ചാടുന്നത്, നീന്തുന്ന സമയത്ത് പുറംകാലാണ് അവ അനക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ സോ വാട്ട് ഹെൽപ്സ് ദ ഫ്രോഗ്സ് ഫോർ ഇറ്റ്സ് മൂവ്മെൻറ്റ്സ് എന്ന് ചോദിച്ചാൽ ബാക്ക് ലെഗ്സ് എന്ന് നമ്മൾ എഴുതേണ്ടതാണ്. ഇനി 26ാമത്തെ ചോദ്യം. Whale's moving power comes from movements of its body and its tail ഫ്ലക്സ് അപ്പ് ആൻഡ് ഡൗൺ. അതായത് ഒരു തിമിംഗലത്തിൻ്റെ ചലനത്തിനുള്ള ശക്തി വരുന്നത് അവയുടെ വാലിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ, ഫ്ലക്സ് അപ്പ് ആൻഡ് ഡൗൺ, അതായത് ചലനം അപ്പ് ആൻഡ് ഡൗണിലുള്ള ആ തുഴച്ചൽ കൊണ്ട് അല്ലെങ്കിൽ ചലനങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഫ്രം വെയർ ദ വെയിൽ ഗെറ്റ്സ് എ പവർ ടു മൂവ് എന്ന് ചോദിച്ചെഴുതാം ഇറ്റ്സ് ബോഡി ആൻഡ് ഇറ്റ്സ് ടെയിൽ ഫ്ലക്സ് അപ്പ് ആൻഡ് ഡൗൺ. അതായത് ആ ടെയിലിൻ്റെ ഫ്ലക്കിങ് കൊണ്ടും അതുപോലെ തന്നെ ഇവയുടെ ബോഡിയുടെ ചലനം കൊണ്ടുമാണ് ഈ പറയുന്ന വെയിൽസിന് ചലനത്തിനുള്ള കപ്പാസിറ്റി കിട്ടുന്നത്. ഇനി 27ാമത്തെ ചോദ്യം. ബേർഡ്സ് വിങ്സ് ഫ്ലാപ്പ് അപ്പ് ആൻഡ് ഡൗൺ
മോഷൻ ഫോർ ഇറ്റ്സ് മൂവ്മെൻറ്റ്സ്. അതായത് വാട്ട് ഹെൽപ്സ് ദ ബേർഡ്സ് ഫോർ ഇറ്റ്സ് മൂവ്മെൻറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിങ്സിൻ്റെ ഫ്ലാപ്പ്, അതായത് വിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന എവിടെ അപ്പ് ആൻഡ് ഡൗൺ, മുകളിലും താഴേക്കുമായിട്ടുള്ള ആ അടിക്കുന്ന ചിറകടിയാണ് അവയെ മുകളിലേക്കും താഴേക്കും പോകുന്നത്. ഇനി മീൻസ് ഓഫ് ഡിഫറെൻറ്റ് ഓർഗാനിസം, അതായത് ചില ഓർഗാനിസത്തിൻ്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ ഓർഗാനിസത്തിനെ എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്, ഇത് തന്നെ നമ്മളോട് ചോദിക്കാം. മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞ് വേണമെങ്കിലും നമ്മളോട് ചോദിക്കുക. അതായത് താരതമ്യം ഈ ഒന്നിനോട് നമ്മളോട് മാച്ച് ചെയ്യുന്ന ഏതാണെന്ന് എഴുതാനായിട്ടാണെങ്കിലും ചോദിക്കാം. ഓക്കെ, ഒന്നാമതായിട്ട് തന്നിരിക്കുന്നത് ബാക്ടീരിയ. ബാക്ടീരിയയ്ക്ക് മാച്ച്, ഇവിടെ ഞാൻ എല്ലാ ഉത്തരങ്ങളും മാച്ച് ചെയ്താണ് തന്നിരിക്കുന്നത്. ഫ്ലജെല്ലയാണ് ഉപയോഗിക്കുന്നത്. അമീബ സ്യൂഡോപോഡിയാണ് ഉപയോഗിക്കുന്നത്. ഹൈഡ്ര ബാസൽ ഗ്ലൈഡിംഗ് ആണ് ഹൈദ്രയ്ക്ക് ഉണ്ടാകുന്നത്. പാരാമീസിയത്തിന് സീലിയാണ് ഉപയോഗിക്കുന്നത്. ബേഡ്സിന് വിങ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഫിൻസിന് ഫിഷിന് ഫിൻസ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഫിൻസ് എന്ന് പറഞ്ഞാൽ ഫിഷ് എന്ന് പറയാം. ഫ്രോഗ്സിന് ബാക്ക് ലെഗ്സ് ആണ്. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ തന്നിരിക്കുന്ന ജീവജാലങ്ങളുടെ പേര് ഫസ്റ്റ് തന്നെ വരണമെന്നില്ല. ഒന്നുകിൽ ഈ അവയവത്തിൻ്റെ പേര് തന്നിട്ട് നമുക്ക് ജീവജാലങ്ങളുടെ പേര് എഴുതാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ഉദാഹരണം ഫിൻസ് എന്ന് എഴുതിയിട്ട് ഫിഷ് എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരുപക്ഷെ അങ്ങനെയും ഇവ ചോദിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ഇനി 29ാമത്തെ ചോദ്യം. ദ ബോഡി മൂവ്മെൻറ്റ്സ് ഇൻ ഹ്യൂമൻസ് ആർ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ്. അതായത് മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന ചലനങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ്, സൈറ്റോപ്ലാസ്റ്റിൻ്റെ ചലനങ്ങൾ. സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാകാം. ഫ്ലാജെല്ല മൂവ്മെൻറ്റ്സ് ഉണ്ടാവാം. അതുപോലെ തന്നെ സീലിയറി മൂവ്മെൻറ്റ്സ് ഉണ്ടാവാം. മസ്കുലർ മൂവ്മെൻറ്റ്സും ഉണ്ടാവാം. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പറയുന്ന സൂക്ഷ്മ ജീവജാലങ്ങളിലും നമ്മൾ കണ്ടെത്തിയ സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ്, ഫ്ലജെല്ല മൂവ്മെൻറ്റ്, സീലിയറി മൂവ്മെൻറ്റ്സ് ഇതുപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കാതെ നമ്മളുടെ മനുഷ്യ ശരീരത്തിൻ്റെ അകത്തും ചില ചലനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവയെ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ സൈറ്റോപ്ലാസ്മിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നു. ഈ ഓരോ മൂവ്മെൻറ്റ്സും എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ ആ വീഡിയോയിലേക്ക് ഒന്ന് പോയാൽ മതി. ഓക്കെ, ഇനി 30ാമത്തെ ചോദ്യം. സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് മൂവ്മെൻറ്റ്സ് ഹെൽപ്പ് ദ ഡിസ്ട്രിബ്യൂട്ട് സബ്സ്റ്റൻസസ് ത്രൂ ഔട്ട് ദ സൈറ്റോപ്ലാസം. അതായത് സൈറ്റോപ്ലാസ്മിക് മൂവ്മെൻറ്റ്സ് ഹെൽപ്സ് ഫോർ വാട്ട്? അവ സഹായിക്കുന്നത് പദാർത്ഥങ്ങളെ എന്തിനാണ്? സൈറ്റോപ്ലാസ്മത്തിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഓക്കെ, സോ ഡാഷ് സ്ട്രീമിംഗ് മൂവ്മെൻറ്റ് ഹെൽപ്സ് ടു ഡിസ്ട്രിബ്യൂട്ട് സബ്സ്റ്റൻസ് ത്രൂ സൈറ്റോപ്ലാസം എന്ന് ചോദിച്ചാൽ സൈറ്റോപ്ലാസ്മിക് മൂവ്മെൻറ്റ്സ് എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് 31ാമത്തെ ചോദ്യമായിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്നത് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് സൈറ്റോപ്ലാസം. വാട്ട് ഈസ് സൈറ്റോപ്ലാസ്മിക് മൂവ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് സൈറ്റോപ്ലാസം എന്ന് നമുക്ക് എഴുതാം. ഇറ്റ് ഈസ് എ ഫ്ലൂയിഡ് സബ്സ്റ്റൻസ് വിത്തിൻ ദ സെൽ. എന്താണ് സൈറ്റോപ്ലാസം എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം സൈറ്റോപ്ലാസം ഈസ് എ ഫ്ലൂയിഡ് സബ്സ്റ്റൻസ് വിത്തിൻ ദ സെൽ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ പാഠഭാഗം മനസ്സിലായെന്ന്. ഇനി 32ാമത്തെ ചോദ്യം. സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ് ഇൻ ദ വൈറ്റ് ബ്ലഡ് സെൽസ് ഹെൽപ്പ് ഇൻ ദ ലോക്കോമോഷൻ ആൻഡ് ഡിഫൻസ്. അതായത് മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ് വരുന്നത്? സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ് വരുന്നത് മനുഷ്യ ശരീരത്തിലുള്ള വൈറ്റ് ബ്ലഡ് അല്ലെങ്കിൽ വെളുത്ത രക്താണുക്കൾ അല്ലെങ്കിൽ ശ്വേത രക്താണുക്കളിലാണ് ഏത് മൂവ്മെൻറ്റ് കാണപ്പെടുന്നത്? സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ് കാണപ്പെടുന്നത്. എന്തിനാണ് അവ ഉപയോഗിക്കുന്നത്? അത് ലോക്കോമോഷൻ അല്ലെങ്കിൽ ചലനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളുടെ ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ ചലനത്തിന് വേണ്ടിയിട്ട് സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ് വൈറ്റ് ബ്ലഡ് സെൽസ് ഉപയോഗിക്കുന്നു. ഓക്കെ, സോ വിച്ച് ബ്ലഡ് സെൽസ് ഈസ് ഡൂയിങ് ദ ഡിഫെൻസീവ് വർക്ക് ഇൻ ദ ബോഡി എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് എഴുതാം. ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ്സ് വൈറ്റ് ബ്ലഡ് സെൽസ് ഹാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ് എന്ന് എഴുതാം. ഓക്കെ, സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ് ഏത് തരത്തിലുള്ള ചലനമാണ് ഇതിൻ്റെ നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്നതാണ് സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ് എന്ന്. വൈറ്റ് രക്താണുക്കൾ നടത്തുന്ന ചലനം സ്യൂഡോപോഡിയൽ മൂവ്മെൻറ്റ്സ് ആണ്. ഇനി 33ാമത്തെ ചോദ്യം. ഫ്ലജെല്ലം ഈസ് എ ലോങ് സ്ലെൻഡർ വിപ്പ് ലൈക്ക് സെല്ലുലർ സ്ട്രക്ചർ. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ഫ്ലജെല്ലം എന്ന് ചോദിച്ചു എഴുതാം. ഫ്ലജെല്ലം ഈസ് എ ലോങ്, അത് വളരെ നീണ്ടതാണ്, സ്ലെൻഡറാണ്, അത് സംതിങ് ലൈക്ക് ഉരുണ്ട് ചെറുതായിട്ട് വന്നിരിക്കുന്നതാണ്. വിപ്പ് ലൈക്ക്, അതായത് വിപ്പ് പോലെ, വിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാട്ട, അതായത് നീണ്ടിരിക്കുന്നതാണ്. സെല്ലുലർ സ്ട്രക്ചർ, സെല്ല് കൊണ്ടുള്ള സെല്ലിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് എഴുതുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഫ്ലജുലം എന്ന് ചോദിച്ചാൽ എന്താണ് ഫ്ലജുലം എന്ന് ചോദിച്ചാൽ ഫ്ലജുലം ഈസ് എ ലോങ് സ്ലെൻഡർ. അതായത് ഫ്ലജുലം എന്ന് പറയുന്നത് ഒരു ലോങ് സ്ലെൻഡർ, അതായത് കട്ടി കുറഞ്ഞ, സ്ലെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കട്ടി കുറഞ്ഞ് നീണ്ടതായിട്ട്, വിപ്പ് ലൈക്ക്, അതായത് ഈ ചാട്ട പോലെ കട്ടി കുറഞ്ഞ് നീണ്ടതായിട്ടുള്ള ഒരു സെല്ലിൻ്റെ സ്ട്രക്ചറിനെയാണ് എന്ന് പറയുന്നത് ഫ്ലജെല്ലം എന്ന് പറയുന്നത്. ഫ്ലജെല്ലം ഈസ് യൂസ്ഡ് ജനറലി ഫോർ ലോക്കോമോഷൻ. അതായത് ഫ്ലജെല്ലം എന്ന് പറയുന്ന സംഗതി ഏത് ജീവജാലങ്ങളിലാണെങ്കിലും ഉപയോഗിക്കപ്പെടുന്നത് അവയുടെ ചലനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി 35ാമത്തെ ചോദ്യം. ഫ്ലജെല്ലം ഈസ് ലൈക്ക് എ പ്രൊപ്പല്ലർ ദാറ്റ് സ്പിൻസ് and pushes the cell. How the flagellum
വർക്ക്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം ഫ്ലജല്ലം ലൈക്ക് എ പ്രൊപ്പല്ലർ. പ്രൊപ്പല്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ കപ്പലിൻ്റെ പുറംഭാഗത്ത് കപ്പലിനെ മുൻപോട്ട് തയ്ക്കുവാനായിട്ട് വെക്കുന്ന സാധനത്തിനാണ് പ്രൊപ്പല്ലർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് ചെയ്യുന്നത്? അത് സ്പിൻസ് ആൻഡ് പുഷസ് ദ സെൽ, അതായത് അത് ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കും, അതുപോലെ തന്നെ ആ സെല്ലിനെ മുൻപോട്ട് നയിക്കുകയും ചെയ്യുന്നു. ഹൗ ഡസ് ഫ്ലജല്ലം വർക്ക്സ് എന്ന് ചോദിച്ചാൽ ഫ്ലജല്ലം ലൈക്ക് എ പ്രൊപ്പല്ലർ ദാറ്റ് സ്പിൻ, അതായത് ഒരു പ്രൊപ്പല്ലറിനെ പോലെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? സ്പിൻസ്, അത് കറങ്ങുന്നു, അതുപോലെ തന്നെ സെല്ലിനെ മുൻപോട്ട് നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി 36ാമത്തെ ചോദ്യം. ഇൻ ഹ്യൂമൻസ് സ്പേംസ് ആർ ദ ഓൺലി ഫ്ലജലേറ്റഡ് സെൽസ് ദാറ്റ് മോസ്റ്റ് പീപ്പിൾ ദംസെൽഫ് ടുവേർഡ് മൂവ്സ് that moves propel themselves അല്ലെങ്കിൽ that propel themselves towards ഫീമെയിൽ ലെഗ് സെൽ ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ. അതായത് മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് ഈ പറയുന്നത് പോലെ ഫ്ലജല്ലത്തിൻ്റെ ആ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ പ്രൊപ്പൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലജലേറ്റഡ് സെൽസ്, അതായത് സ്പേം എന്ന് പറയുന്ന സാധനമാണ്. ആ സ്പേമിന് നിങ്ങൾ കണ്ടിട്ടുണ്ട്, നീണ്ടിരിക്കുന്ന ഒരു പിക്ചറിൽ കാണാനായിട്ട് സാധിക്കും, ഒരു ചാട്ട പോലെ നീണ്ടിരിക്കുന്ന ഭാഗം, അതിൻ്റെ അറ്റം ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്പേം ഈ പറയുന്ന മനുഷ്യ ശരീരത്തിലൂടെ ഫീമെയിൽ ബോഡിയിലൂടെ എഗ്ഗിൻ്റെ അടുത്തേക്ക് പോകുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഫെർട്ടിലൈസേഷന് വേണ്ടി. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, വിച്ച് സെൽ ഇൻ ഹ്യൂമൻ ബോഡി ഈസ് യൂസ്ഡ് ഫ്ലജലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം സ്പേം ആണ് ഉപയോഗിക്കുന്നതെന്ന് എഴുതാം. അപ്പം അത് എങ്ങോട്ടാണ്? ദ സ്പേം മൂവ്സ് വിത്ത് ഇറ്റ്സ് ഫ്ലജലം ടുവേർഡ്സ് വെയർ ഇറ്റ് ഈസ് ടുവേർഡ്സ് ദ ഓവം അല്ലെങ്കിൽ എഗ്ഗിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഫീമെയിൽ അണ്ടത്തിലേക്കാണ് പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പോകുന്നത്? വൈ ദ സ്പേം ഈസ് മേക്കിംഗ് ഇറ്റ്സ് ഫ്ലജലേറ്റഡ് മൂവ്മെൻറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും, അപ്പോൾ ഫോർ ഫെർട്ടിലൈസേഷൻ ദാറ്റ് മൂവ്സ്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്, എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമ്മൾ അടുത്ത ലെസണിലേക്ക് അല്ലെങ്കിൽ അടുത്ത 37ാമത്തെ സെക്ഷനിലേക്ക് പോവുകയാണ്.